പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഗുരുദേവനും കോലത്തുകരയും ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ച. ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ പരബ്രഹ്മ സ്വരൂപനാണ്. ഇവിടെ ഈ ഭൂമിയിൽ അജ്ഞരും ആലംബഹീനരുമായ ജനങ്ങളെ അവരോടൊപ്പം നിന്ന് അവരിൽ ഒരാളായി അജ്ഞതയുടെയും അന്ധവിശ്വാസത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ചെളിക്കുണ്ടിൽ നിന്നും പതിയെ പതിയെ ത്രാണനം ചെയ്തെടുക്കുകയായിരുന്നു മഹാഗുരു. 1888 മുതൽ ഒട്ടേറെ പ്രതിഷ്ഠകൾ തൃപാദങ്ങൾ നടത്തി. ഏത് ആരാധന സങ്കല്പത്തിലൂടെ ആയാലും ചെന്നെത്തുന്നത് ആ ഏകമായ സത്യത്തിലാണ് തൃപാദങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ആ ദൈവത്തെ നമുക്കിഷ്ടമുള്ള നാമരൂപഭാവത്തിൽ സ്വീകരിക്കാം. മനസ്സിൽ ഈശ്വരനെ പ്രവേശിപ്പിച്ച് സദാ ഈശ്വരനിൽ തന്നെ മനസ്സ് ഉറപ്പിച്ചു നിർത്തി സകല കർമ്മങ്ങളെയും ഈശ്വരനിൽ സമർപ്പിച്ച് ഈശ്വരനു വേണ്ടി കർമ്മങ്ങൾ ചെയ്ത് സകല കർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിച്ച് ഈശ്വരനെ പരമ ആശ്രയമായി കരുതി ഏകഭക്തിയോടെ ആരാണോ ഈശ്വരനെ ഉപാസിക്കുന്നത് അവൻ ഈശ്വരനെ പ്രാപിക്കുന്നു. ഈ ഉപാസന സഗുണോപാസന എന്നാണ് പറയുന്നത്. കോലത്ത് കരക്കാർക്ക് വേണ്ടി തൃപാദങ്ങൾ എഴുതിയതാണ് കോലത്തിരേസസ്തവം. എന്നെ പാലിക്കണം, എനിക്ക് സദ്ബുദ്ധി തരണം, തെറ്റ് ചെയ്യാൻ തോന്നിപ്പിക്കരുത്, രോഗങ്ങൾ ഇല്ലാതാക്കണം, ദാരിദ്ര്യം ഉണ്ടാകരുത്, പാപങ്ങൾ പൊറുക്കണം തുടങ്ങിയ അർത്ഥനകൾ എല്ലാം ഒറ്റ നോട്ടത്തിൽ ഗൃഹസ്ഥനായ സാധാരണക്കാരൻ്റെ അനിവാര്യതകളിൽ നിന്നുള്ള പ്രാർത്ഥനയായി നമുക്ക് തോന്നാം. എന്നാൽ എനിക്ക് പരബോധം തരണം എന്ന അർത്ഥനയിൽ എത്തുമ്പോൾ ഒരു ഭക്തൻ അവൻ്റെ ഭക്തിയുടെ പൂർണ്ണതയിൽ എത്തുകയാണ്. ഭക്തനും ഈശ്വരനും ഒന്നായിരുന്ന അവസ്ഥ. സർവാശ്രയമെങ്ങും നിറയുന്നോനഭിഭക്തർക്കിവ്വാറൊരു രൂപം ഭജനത്തിനു ധരിപ്പോൾ. ഇവിടെ ശിവനെ നാം ധ്യാനിക്കുന്നത് എങ്ങും നിറഞ്ഞരുളുന്ന പരമ്പൊരുളായി ആത്മസത്തയായി തന്നെയാണ്. കേവലം ആരാധനയ്ക്കപ്പുറം യുക്തിസഹജമായി നാം സ്വയം വിലയിരുത്തുവാനും ഭൗതികവും ആത്മീയവുമായ പുരോഗതിക്കായി ഇവ രണ്ടിനെയും ഒന്നു ചേർത്ത് കൊണ്ടുപോകുവാനും തൃപാദങ്ങൾ നമ്മെ പഠിപ്പിച്ചു. പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾക്ക് എല്ലാം ബ്രഹ്മമാണ്. ഇവിടെ ഭദ്രകാളി പ്രതിഷ്ഠ എടുത്തു മാറ്റണമെങ്കിൽ തൃപാദങ്ങൾക്ക് പൂജാതി കാര്യങ്ങളോ ഹോമങ്ങളോ ഒന്നും തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ പാവങ്ങളായ വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് അവർ നിലനിർത്തി പോന്നിരുന്ന ആരാധന സമ്പ്രദായങ്ങളെ അപ്പാടെ ഇല്ലാതാക്കുകയല്ല തൃപാദങ്ങൾ ചെയ്തത്, യുക്തിഹീനമായ അനാചാരങ്ങളെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇതിൻ്റെ തുടർച്ച അടുത്ത ദിവസം. ഗുരുവും ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.